ഹായ് ഫ്രണ്ട്സ്, കണ്ണോപ്പറേഷനൊന്നും കഴിഞ്ഞിട്ടില്ല, വെറുതെ ഇട്ടത്. പിന്നെ ഇന്നൊരു പ്രധാന കാര്യം പറയാം. എപ്പോഴും പ്രധാനം തന്നെയല്ലേ. ഞാൻ യാത്രേൻ്റെ വീഡിയോ ഇട്ടു, യാത്രക്ക് ആൾ വേണമെന്നിട്ടു, കാര്യത്തിലിട്ടതാന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു കളിയാക്കുന്നതാന്ന്, വെറുതെ അല്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം അതിലെല്ലാം എനിക്ക് ഇപ്പം വരുന്ന കമൻ്റ് എന്താണെന്ന് പറയാം. ഇൻബോക്സിലും എല്ലാം ഇങ്ങനെ വരുന്നു. എനിക്ക് പിന്നെ മെയിൽ വരുന്നുണ്ട്, മെസ്സേജ് വരുന്നുണ്ട്, എല്ലാം ഉണ്ട്. എന്താന്ന് വെച്ചാൽ യാത്രയിൽ മാത്രം ആക്കണോ, ജീവിതത്തിൽ മുഴുവൻ കൂടെ കൂട്ടിക്കൂടെ? എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്ന ആളെയും ഇങ്ങനൊരു സംസാരിക്കുന്ന ആളെയും ഒക്കെയാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. ഈ ചൂടുവെള്ളം കണ്ട പൂച്ച പച്ചവെള്ളം കണ്ട പേടിക്കുന്നു പറഞ്ഞ പോലെ, അങ്ങനെയല്ലേ പറയല്? അപ്പം നമ്മൾ ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രം, ക്രൂരത മാത്രം, പറ്റിപ്പും കള്ളത്തരും മാത്രം, ചിരിച്ച് വഞ്ചിക്കുന്നവരെയും ചിരിച്ച് വഞ്ചിക്കുന്ന മാന്യന്മാരെയും എല്ലാം കണ്ട് എന്നോടിപ്പോൾ ആര് സംസാരിച്ചാലും, ആര് വർത്താനം പറഞ്ഞാലും, ആര് പേഴ്സണൽ ടോക്ക് ചോദിച്ചാലും, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിച്ചാലും എല്ലാം ഞാൻ ആ ഒരവസ്ഥയിൽ തന്നെയാണ് എനിക്ക് അവരോടും സംസാരിക്കാൻ തോന്നൽ. അതായത് ഒന്നിക്കിൽ ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ റഫായിട്ട് സംസാരിക്കുക, ജീവിതത്തിലെ അനുഭവം. അപ്പം പലയാളും പറയുന്നത് അവരും എല്ലാം ലൈഫിൽ ഒറ്റപ്പെട്ടതാണ്. ലേഡീസും ഉണ്ട്, ഇഷ്ടം പോലെ ലേഡീസ് ഉണ്ട്. യാത്രക്ക് ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ ഇവരെ കൂട്ടിയ ഡ്രൈവിങ് ആവില്ലല്ലോ. എനിക്ക് ഡ്രൈവ് ചെയ്ത് അപ്പപ്പം ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ ഗ്രാസ്പ് ചെയ്ത് പോവാൻ ഭയങ്കര, മരിക്കുന്നതിന് മുന്നേ ഞാൻ പോവും. കാരണം ഞാൻ അത്ര ഇഷ്ടപ്പെടുന്നുണ്ട്. അത് പിന്നെ നമ്മളെ ലൈഫ് പാർട്ട്ണറും കൂടിയാണെങ്കിൽ എന്തായിരിക്കും അല്ലേ? അങ്ങനെ ടേസ്റ്റുള്ള ഒരാളാണെങ്കിൽ, അതായത് യാത്രയും വീഡിയോ എടുക്കാനും നമ്മളാ ഭയങ്കര കട്ട സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലൈഫ് പാർട്ട്ണറാണെങ്കിലോ അത് ഭയങ്കര വിജയമായിരിക്കും. എന്നെ സംബന്ധിച്ച് അതൊരു ഭയങ്കര വിജയമായിരിക്കും. ഡാൻസ് ആയാലും പാട്ടായാലും എൻ്റെ കോമിക്കായാലും കോമഡി ആയാലും സങ്കടമായാലും കരച്ചിലായാലും തുറന്നു പറച്ചിലായാലും എന്തും ആക്സെപ്റ്റ് ചെയ്യുന്ന, ജീവിതം എന്താണെന്നറിയുന്ന, ലോകം എന്താണെന്നറിയുന്നൊക്കെ ഒരാൾ വീഡിയോ എടുക്കാനും സ്ക്രിപ്റ്റിനും ഡയലോഗിനും എഡിറ്റിങ്ങിനും എല്ലാം ഉള്ളൊരു പാർട്ട്ണറും കൂടിയാണെങ്കിലോ, പാർട്ട്ണർ മീൻസ് നമുക്ക് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്നതാണ് പാർട്ട്ണർന്നോ, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് എന്നോ മാനസികമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് എന്നോ, അങ്ങനെ ഓരോന്നിനും ഓരോ വിഭാഗമുണ്ട്. നമ്മളെ പാർട്ട്ണർഷിപ്പ് നമ്മളെ മനസ്സിൻ്റെ ഇഷ്ടം പോലെ നമുക്ക് തിരഞ്ഞെടുക്കാമല്ലോ. അപ്പം പാർട്ട്ണർഷിപ്പെല്ലാം തീരുമാനിക്കേണ്ടത് പാർട്ട്നേഴ്സാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് അതല്ല. നമുക്ക് നമ്മളെ മനസ്സിലാക്കുന്ന ആൾ നമ്മളെ കൂടെ ലൈഫിലായാലും നമ്മളെ ഇഷ്ടത്തിലായാലും വീട്ടിലായാലും നമ്മളെ ഇഷ്ടങ്ങളിലായാലും നമ്മളെ ജോബിലായാലും, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ജോലി ചെയ്യുന്നതും മറ്റാർക്കോ വേണ്ടി ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. അതേപോലെ നമുക്ക് നമ്മളെ മനസ്സിലാക്കുന്ന ആൾ നമ്മളെ ആ ഒരു ക്രേസും കൂടി ആക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് ട്രാവലിംഗ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിനപ്പുറം ഹാപ്പി വേറെ എന്തുണ്ട്? പക്ഷേ നമുക്കിങ്ങനെ കുറേ ദൂരം നിന്നിട്ടോ ഒരു മെസ്സേജ് കണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ അങ്ങനെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ നമ്മൾ സേഫായിരിക്കണ്ടേ? ഫേക്കും വൃത്തികേടും എല്ലാം കേട്ട് നമ്മൾ ഈ സംസർഗ ഗുണം എന്ന് പറയുന്നില്ലേ, ഈ കുറേ അതവരെ ഇഷ്ടമാണ്, കുറച്ചിങ്ങനെ ശരീരമൊക്കെ കാണിച്ച് വീഡിയോ ചെയ്യുന്നവരുണ്ടല്ലോ, അവരെല്ലാം എത്രമാത്രം മെൻ്റലി ടോർച്ചറിങ് അവരെ കമൻസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവർ ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നത് കൂളായിട്ട് ഞങ്ങൾക്കത് ബാധകമല്ല എന്നാണ്. അതവർ മെൻ്റലി അവരതുമായിട്ട് പൊരുത്തപ്പെട്ടിട്ടുണ്ടാവാം.
അപ്പം അങ്ങനെയൊക്കെ വായിക്കുന്ന, അങ്ങനെയൊക്കെ എല്ലാം നെഗറ്റീവ് കാണുന്ന, എന്നാൽ അത് ആസ്വദിക്കും വേണം. അതിനെ കമൻ്റ് ഇടാൻ പോകുന്ന ആൾ അത് ആസ്വദിച്ചിട്ടല്ലേ പോകുന്നു. കാര്യം നടക്കും വേണം, വേറൊരാളെ പിന്നെ പാതിവൃത്യത്തിൽ കൈയിടും വേണം. അതെല്ലാം ഉള്ളൊരു സമൂഹത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് ആലോചിച്ചിട്ടും കണ്ടിട്ടും എന്താണ് റീതിങ്കിങ് ഒരുപാട് ആവശ്യമാണ്. പിന്നെ നമ്മളിനി എത്ര ഉയർന്ന ജോലിയിൽ ഇരിക്കുന്ന ആളായാലും നമ്മൾ പ്രസൻ്റ് ഒരു ഹാപ്പിയായ ജോബ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് ഞാൻ പറയുന്നത്. പിന്നെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് നമുക്ക് വലിയൊരു പ്രശ്നമാണ്. അതാണ് പല ആളെയും പിടിച്ചിരുത്തുന്നത്. നമുക്ക് ഇഷ്ടമുള്ളിലേക്ക് പോവാൻ നമ്മളെ ചുറ്റുപാടുകളാണ് നമ്മളെ പിടിച്ചിരുത്തുന്നത്. അപ്പം എൻ്റെ ആഗ്രഹം ജീവിതത്തിൽ എപ്പോഴും ട്രാവലിങ്ങും യൂട്യൂബ് വീഡിയോസും ഓരോരാളെ പല പല ഇഷ്യൂസും പ്രശ്നങ്ങളും റോഡിലായാലും തോടിലായാലും മേലെ ആയാലും താഴെ ആയാലും മൃഗങ്ങളായാലും അതിൻ്റെ ഒന്നൊരു ക്യൂട്ട്നെസ്സും പിന്നെ മനസ്സും വിവരവും ഒന്നും നമുക്കില്ലല്ലോ. അപ്പം മൃഗങ്ങളൊക്കെ കാണാനും വീഡിയോ എടുക്കാനും അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഇപ്പം ഈ വീഡിയോ വരാൻ കാരണം അങ്ങനെ എല്ലാം ഇഷ്ടമാണ്, പക്ഷേ എന്നെ കൂടെ കൂട്ടുമെന്നൊക്കെ ചോദിച്ച് കുറേ കമൻസ്. അപ്പോൾ ഏത് ജോലി ചെയ്യുമ്പോഴും ടീച്ചറായാലും യൂട്യൂബറായാലും ഡോക്ടറായാലും എൻജിനീയറായാലും നേഴ്സായാലും സ്വീപ്പറായാലും സാനിറ്ററി വർക്കറായാലും ഏത് ജോലിക്കായാലും നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന ആ ആൾ കൂടി ഉണ്ടെങ്കിൽ ആ ജോലീൻ്റെ അത്ര എളുപ്പം വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. നമ്മളൊരു നൈറ്റ് ഡ്യൂട്ടിയെല്ലാം എടുത്ത് വന്ന ഡോക്ടറോട് നീ അവിടെ പോയി നിനക്കെന്താ ഇന്ന് പണിയെന്ന് ചോദിക്കുന്ന ഭർത്താവാണെങ്കിൽ തീർന്നു. അല്ലെങ്കിൽ ഒരു സാനിറ്ററി വർക്കർ ഭയങ്കരമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് ചെയ്യുന്നതായിരിക്കും ജീവിക്കാൻ. അപ്പോൾ അവരോട് നിനക്കെന്താ പണി, നീ അവിടെ പോയി ഒപ്പിട്ട് വരുന്നു, അതൊന്നും ഒരിക്കലും നമുക്ക് കേൾക്കാൻ പറ്റാത്ത കാര്യമാണ്. അതിന് ഭർത്താവിൻ്റെ അടുത്തു നിന്നായാലും ഏത് ആളടുത്തു നിന്നായാലും. അപ്പം നീ അതൊക്കെ ചെയ്തിട്ടല്ലേ വന്നത്, നീ പോയി കുളിച്ചിട്ട് വന്നോ, ഫുഡ് ഞാൻ ആക്കിയിട്ടുണ്ട്, അത് മതി നമുക്ക് മുന്നോട്ട് പോവാൻ. അത് തന്നെ എൻ്റെ വീഡിയോയിലും ഞാൻ പറഞ്ഞത്. അതായത് എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ഒക്കെ ഇതാണ്. എനിക്കൊരാളെ വേണം, അതിന് പറ്റിയൊരാളെ വേണം, അത്രേ ഞാനും പറഞ്ഞിട്ടുള്ളൂ. അതിലൂടെയുള്ള കമൻറ്റിനുള്ളൊരു എക്സ്പ്ലനേഷനാണ് ഞാനിപ്പോൾ തന്നത്. മനസ്സിലാക്കുന്ന ആൾ കൂടിയുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കണ്ടല്ലോ, അല്ലേ? അപ്പം കമൻറ്റുകൾ പോരട്ടെ. മറ്റേ പാഞ്ചാലീൻ്റെ ഇതൊരു ഓരോരാളായിട്ട് ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഒരു സ്റ്റോറി ഇല്ലേ, ഹിസ്റ്ററി. അപ്പോൾ അതുപോലെ ഞാനൊരാളെ എന്തായാലും തിരഞ്ഞെടുക്കും, എനിക്ക് പറ്റിയ ആളെ. ഇത് കളിയാക്കലോ തമാശയൊന്നും അല്ല. അത് ഇതിലേക്കും കൂടി ടേസ്റ്റുള്ള മനസ്സിലാക്കുന്ന ആളും കൂടിയാണെങ്കിൽ ഐ ആം വെരി വെരി ഹാപ്പി, ഐ ആം വില്ലിങ്. പക്ഷെ അത് വളരെ ആലോചിച്ചിട്ടായിരിക്കും, അത് തമാശയും പിള്ളേറിയും അല്ല. ഓക്കെ. അപ്പം അങ്ങനെ കമൻ്റ് ഇട്ടവർക്കും കൂടിയുള്ളൊരു മറുപടിയാണിത്. ഞാൻ വില്ലിങ്ങാണ്. അതായത് എന്നെ മനസ്സിലാക്കുന്ന ഒരാളെ കൂടെ യാത്ര ചെയ്യാനും വീഡിയോ എടുക്കാനും ഞാൻ വില്ലിങ്ങാണ്. അതെത്ര വർഷമായാലും എത്ര കാലമായാലും എത്ര മണിക്കൂറായാലും എത്ര ദിവസമായാലും. ഓക്കെ. ബൈ. ശ്രീലു. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ഇടണം. ഇതിനെല്ലാം എനിക്ക് കമൻ്റ് ഇടണം, മാക്സിമം ഷെയർ ചെയ്യണം. എനിക്കെങ്ങനെ ആളെ കിട്ടുകയെന്ന് അറിയില്ലല്ലോ. ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുവാണ് എൻ്റെ പാർട്ട്ണർ. ഏത് പാർട്ട്ണറും എൻ്റെ കൂടെ വരുന്നു എന്നുള്ളൊരു പ്രതീക്ഷയല്ല ഞാനുള്ളത്. അപ്പം മാക്സിമം ഷെയർ ചെയ്യണം, മാക്സിമം എല്ലാവരും കാണണം. ഓക്കേ, ബൈ ബൈ, ലവ് യു ഓൾ.